അസ്സലാമലൈക്കും. ഹായ്, ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നീർദോശയാണ്. അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത പൊടിയൊന്നും വേണ്ട. പിന്നെ 1/2 കപ്പ് പച്ചരി ഇന്നലെ രാത്രി തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും അതിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പോലെ അരഞ്ഞ് കിട്ടണം, തരിയൊന്നും ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരക്കുമ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ആവശ്യത്തിലുള്ള വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അതിൽ പിന്നെ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കുറച്ച് നല്ല ലൂസായിട്ട് തന്നെ കിട്ടും നമുക്ക്. പിന്നെ തിക്കായിട്ടല്ല, ദോശമാവിനെ പോലെ ആയാലും നമുക്ക് ചുട്ടാൽ അത് കട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ആ സമയത്ത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാൻ വേണ്ടി. ഇരുമ്പ് ചട്ടിയാണല്ലോ എടുക്കുന്നത്, അപ്പോൾ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വീശി ഒഴിച്ച് കൊടുത്താൽ മതി. രാവിലെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് നീർദോശ. അപ്പോൾ നീർദോശ ഇപ്പോൾ ആവുമ്പോൾ ചട്ടി ഓയിൽ ചൂടാകരുത്, നന്നായിട്ട് വീശി ഒഴിച്ചെടുക്കണം. ഒറ്റ കയ്യിൽ ഒരു കയ്യിലെടുത്താൽ തന്നെ നമുക്ക് ചട്ടിയിൽ ഫുള്ളായിട്ട് ഒഴിക്കാൻ കഴിയണം. അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ നല്ല തിന്നായിട്ട് കിട്ടും ചെയ്യും ദോശ. ചട്ടിയിൽ നമ്മളൊരു 20 സെക്കൻഡൊക്കെ മൂടി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് തുറന്നിട്ടൊരു കുറച്ച് സമയം കൂടി ഇരുന്നാൽ നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. പിന്നെ മലപ്പുറംകാരുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നീർദോശ. എല്ലാ വീട്ടിലും, ഒരുവിധം വീട്ടിലൊക്കെ രാവിലെ നീർദോശയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചട്നിയോ കടലക്കറി എന്തെങ്കിലും കൂട്ടിയിട്ട് കടലക്കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ കടല റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.